എന്നാലും എന്തായിരുന്നു അത്? ഒരു ഇടിയും പേമാരിയും കൂടെ ഒരുമിച്ച് വന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നല്ലേ? അതെ, കുറെ നാളായിട്ട് എന്തൊക്കെയോ ഉള്ളിൽ ഒതുക്കി വെച്ച് എല്ലാം കൂടെ ഒന്നിച്ച് പൊട്ടിത്തെറിച്ച് എങ്ങനെ ഇരിക്കും, അങ്ങനെ ഉണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു അഗ്നിപർവ്വതം ഉണ്ടെന്നുള്ള കാര്യം അറിയാൻ വൈകി. എന്നാലും നമ്മൾ അവനെ ഒരുപാട് ഉപദ്രവിച്ചല്ലേ, വേണ്ടായിരുന്നു. ഇത് തന്നെ ഞങ്ങൾ നേരത്തെയും പറയാറ്. അല്ലേലും പാവപ്പെട്ട ഞങ്ങൾ പറയുന്നതിനൊന്നും ഇവിടെ ഒരു വിലയില്ലല്ലോ. അതെ, നിർത്ത്, ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. എന്റെ ടെൻഷൻ അതല്ല, ഇനിയിപ്പോ ഈ ഒരു പ്രതികാരം മനസ്സിൽ വെച്ച് നമ്മളെ ആന്റി അവനെതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കും. അതിന് പുള്ളിക്കാരി ഒന്നുകൂടി ജനിക്കേണ്ടി വരും. ഇതേ എപ്പോഴത്തെ പോലെയല്ല, അവൻ നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് എന്ത് കൊടുത്തും കട്ടയ്ക്ക് കൂടുതൽ. ഇനി അതുമല്ല, അവൻ നമ്മുടെ വശത്ത് വന്നതുകൊണ്ട് ഇപ്പൊ ആന്റിയുടെ കൂടെ നിൽക്കാൻ ആരുമില്ല. ഇപ്പൊ എന്തായാലും ആന്റി കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചു വെക്കും. അതെ, ഈ സമയം നമ്മൾ മുതലെടുക്കണം. അതെ. എന്താ നീ ഇങ്ങോട്ട് വന്നേ. എന്റെ പൊന്നു കട്ടേ, തങ്കക്കുടം. അതെ, മതി കൊഞ്ചിച്ചത്. നീ കഴിഞ്ഞു എന്തിനാ എടാ, നിന്നെ കുറിച്ച് ഞങ്ങൾ നേരത്തെ കുറച്ച് പറഞ്ഞായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് അത് ഓർക്കുമ്പോ വിഷമമുണ്ട്. അതെ, എടാ നീ അത് വിട്ടേടാ. വിട്ടുകളഞ്ഞു. ഇനി മുതലേ നീ ഞങ്ങളുടെ ഒരുത്തന. അതെ, എന്തുണ്ടേലും നമ്മൾ ഒരുമിച്ച് നേരിടും. അയ്യ, ഞാനേ നിങ്ങളുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവരുടെ അടുത്ത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. സഖി കേട്ടാ, നാട്ടിലെത്തിയപ്പോഴല്ലേ അവരുടെ തനിക്കോടെ എനിക്ക് മനസ്സിലായത്. നാട്ടിൽ പോയപ്പോ എന്താ സംഭവിച്ചത്? സത്യത്തിലേ മുതലാളിമാര് വിളിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരാം. അതെ, ആണോ? എന്നാ അവിടെ ചെന്നപ്പോ എന്റെ ഒരു ആവശ്യം അവർക്ക് അവിടെ ഉണ്ടായില്ല. ഓ, മേഡം ഇവിടുന്ന് വിളിച്ചു അറിയിപ്പിച്ചിട്ടാണ് എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചത്. ഞാൻ ഇവിടുന്ന് പോയ ക്യാമ്പില് അവർക്ക് ഇവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു, ഉറപ്പാ. ഓ, അപ്പൊ ഇവനെ അങ്ങോട്ട് വിട്ടിട്ട് വേണമായിരുന്നു അവർക്ക് ലൂസി അങ്ങോട്ട് വിളിക്കാൻ. നീ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ പരിപാടികളൊക്കെ ചോർത്തി തരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഇവനെ അങ്ങോട്ട് തട്ടിയത്. കൊള്ളാം. അപ്പോൾ അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്നുള്ളത് നിനക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി കാണും. ഓ, അത് പിന്നെ മനസ്സിലാവാതിരിക്കോ? ഞാനേ പലപ്പോഴും അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഉപദ്രവിക്കണേ. എന്നിട്ട് അപ്പൊ ഒരു വായി തോന്നിയത് തന്നെ പറയും. അല്ല, എനിക്കതിൽ വിഷമമൊന്നുമില്ല. അല്ലേ, ഇനിയിപ്പോ വിഷമിച്ചിട്ട് ഇപ്പൊ എല്ലാ കാര്യം. എന്തെങ്കിലും ഈ മുതലാളിമാരുടെയൊക്കെ ഇന്ന് ശമ്പളം പറ്റി ജീവിക്കുന്ന എന്നെ പോലെ തൊഴിലാളിമാരല്ലേ, അവരുടെയൊക്കെ ഗതിയില്ല. അല്ലെങ്കിൽ എല്ലാ സ്ഥാപനത്തിലും ഇങ്ങനെ കുറെ നാറികളായ മുതലാളിമാരുണ്ടാവും അല്ലേ? അതെ അതെ, ഒരു ക്വാളിറ്റിയും കാണില്ല. എന്നിട്ട് അപ്പന്മാരുടെ സ്വത്തിന്റെ ഫലത്തിൽ കിടന്ന് ചുമ്മാ കിടന്ന് വിളച്ചിലെടുക്കുന്ന എടേ മതി, അതിന്റെ ഇടയിൽ കൂടി ഞങ്ങൾ കൂടി ഉണ്ടാക്കല്ലേ. എടീ നേരത്തെ ഞങ്ങളിങ്ങനെ ഓവർ മുതലാളിമാര് കളിച്ചിരുന്നെങ്കിലേ നീയൊക്കെ ഈ കസര ഇപ്പൊ ഇരിക്കത്തില്ലായിരുന്നു. പഴയ കമ്പനി കൂട്ടിയപ്പോഴേ ആ വഴിക്ക് അങ്ങ് പോയേനെ കേട്ടോ. മുതലാളിമാരെന്ന് പറയാൻ. അതെ, അയ്യോ, ഞങ്ങളവന് നിങ്ങളെ പറഞ്ഞതല്ലല്ലോ. ഞങ്ങളങ്ങനെ നിങ്ങളെയൊക്കെ പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്. നീയൊക്കെ ഇതല്ല ഇതിനപ്പുറം പറയുന്ന എനിക്കറിയാം. തൽക്കാലം നമ്മുടെ വിഷയം ഇതല്ലാത്തോണ്ട് ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. കാസറേ നീ പറ. അല്ല, ഞാൻ നാട്ടിൽ ചെന്ന സമയത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ രണ്ടുപേരും അപ്പന്മാരോട് ഇവിടുത്തെ യഥാർത്ഥ സംഭവമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോ അവരത് മേഡത്തിന്റെ അടുത്ത് ചോദിച്ചു എന്ന് തോന്നുന്നു. അതാണ് മേഡം എൻ്റെ അടുത്ത് വേഗം ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞതിന്റെ ദേഷ്യമാണ് മേഡം എൻ്റെ അടുത്ത് തീർത്തോണ്ടിരുന്നത്. മനസ്സിലായോ? ക്ഷമിക്കണേനെ കുറിച്ച് പരിധിയുണ്ട്. പോയാലും ഇവിടെ അതത്രേ ഉള്ളൂ. പ്രതികരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പ്രതികരിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. നീ ചെയ്ത എന്തായാലും കറക്റ്റാണ്. എന്തായാലും നമ്മുടെ ആന്റിയുടെ അടുത്ത് 2 ഡയലോഗ് പറയണം. വേണ്ട രോമി? അതെന്താ ചോദ്യാടാ? നീ വാ. ചോദിച്ചിട്ട് കുഴപ്പമാണെങ്കിൽ ആവട്ടെ, അവർക്കല്ലേ 2 ഡോസിന്റെ കുറവുണ്ട്. എന്തിനല്ല ടെൻഷൻ അടിക്കുന്നത്? പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ? കൂൾ. അതല്ലാതെ എന്തൊക്കെ പറഞ്ഞാലും അവരൊരു കുടുംബക്കാരല്ലേ. ഇനി ഞാനായിട്ട് അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. നന്മ മരമാകാം, നന്മ കടലാകാം.
ആന്റി ആന്റി എന്താ ഞങ്ങളാ നിങ്ങളുടെ കാലന്മാര് ഈ പാല് കൊടുക്കുന്ന കൈക്ക് എന്നെ കൊത്തോന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് നേരി കണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്കും അനുവാദം ഇല്ലാതെ ഇതിനകത്തേക്ക് വലിഞ്ഞു കയറി വരാൻ നിന്നോടൊക്കെ ആരാടാ പറഞ്ഞു? ഇറങ്ങി പോടാ വെളിയിൽ. നിങ്ങളെന്തോ കെട്ടോടടിക്കുമ്പോ ഇറങ്ങിപ്പോ ഞങ്ങളെന്തോ നിങ്ങളുടെ ജോലിക്കാരാ. എസ്റ്റേറ്റിലെ ജോലിക്കാരോട് പെരുമാറുന്നവരെ ഞങ്ങളുടെ അടുത്ത് പെരുമാറുന്ന പല പ്രാവശ്യം ഞാൻ ആന്റിയോട് പറഞ്ഞിട്ടുണ്ട്. ആന്റി വീണ്ടും കൂടെ അത് നമ്പറുകളോട് ഇറക്കണമെങ്കിലേ ആന്റി കുറച്ച് വേർക്കും. നീയൊക്കെ ഇപ്പൊ എന്തോതിനെ ഇങ്ങോട്ട് വന്നേ? നിന്നെയൊക്കെ ആരെങ്കിലും ക്ഷണിച്ചോ ഇങ്ങോട്ട്? അയ്യ ഞങ്ങളെ ഇങ്ങോട്ട് ആരും ക്ഷണിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ കയറി വരും. ആവേശം കൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് ഞങ്ങളുടെ ഓഫീസാണുള്ള കാര്യം ആന്റി പലപ്പോഴും മറക്കുന്നുണ്ട്. ഇവിടെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നത് ഞങ്ങളല്ല, നിങ്ങളാണ്. ആണോ? അത് പറയേണ്ടുന്നത് നീയൊന്നും അല്ല, നിന്റെയൊക്കെ അപ്പന്മാര് വന്ന് പറയട്ടെ. അപ്പൊ ഞാൻ തീരുമാനിച്ചോളാം ഇറങ്ങണോ വേണ്ടയോ. അയ്യോ അത് അവര് പറയില്ലല്ലോ. നിങ്ങളെ കാണുമ്പോ ഞങ്ങളുടെ അപ്പന്മാരെ നട്ടല് മടക്കിയില്ലേ നിക്കോളൂ. അവരുടെ വെണ്ടിലാക്കുമ്പോൾ അപ്പാടിയാണല്ലോ താങ്കൾ. ആണല്ലോ, അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പൊ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞാലേ എനിക്കിവിടെ വേറെ ജോലി ഉണ്ടായിരുന്നു. ഓ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ലാസറിനെ കയറി കൂടുതൽ ചൊറിയാൻ നിൽക്കരുത്. അവൻ ഞങ്ങളുടെ പയ്യനാ. അവനെ തൊട്ടാൽ ഞങ്ങൾ ചോദിക്കാൻ വരും. അതെ. ലാസർ എപ്പം മുതലാ നിങ്ങളുടെ പയ്യനായത്? അതൊക്കെ ഇത്രയും കാലം അവനെ പന്ത് തട്ടുന്ന പോലെ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടലായിരുന്നല്ലോ പണി. ഇപ്പൊ എനിക്കെതിരെ രണ്ടു വാക്ക് അവൻ ഉച്ചത്തിൽ സംസാരിച്ചപ്പോ ഒട്ടനെ അവനെ അങ്ങ് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ചേർത്തോ? ആ അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇനി അങ്ങോട്ട് ലാസറിനെ ചൊറിയാൻ നിങ്ങൾക്ക് ഓർത്തോണം, അവന്റെ പുറകിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടെന്നുള്ള കാര്യം. ഇനി ആന്റി ഞങ്ങളില്ലാത്ത സമയത്ത് അവനെ എന്തെങ്കിലും ചെയ്യാനാ പ്ലാൻ എങ്കിൽ ഞങ്ങൾ തിരിച്ചടി ഭയങ്കരമായിരിക്കും. അതാണ്. ഓ ഇനിയിപ്പൊ തമ്പുരാക്കന്മാരെ പേടിച്ചിട്ട് വേണമല്ലോ ഞാനിവിടെ ജീവിക്കാൻ. അങ്ങനെ പറ്റുമെങ്കിൽ മാത്രം അവിടെ ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ ആന്റി പോയിക്കോ, ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതെ. ഓ എന്നെ ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ കയറി ഇരിക്കാമെന്നുള്ള മനക്കോട്ട കെട്ടലാണെങ്കിൽ അത് നടക്കാനേ പോകുന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങനൊന്നും ഇവിടുന്ന് ഇറങ്ങുന്നില്ല. ഈ പറഞ്ഞത് ആന്റി വൈകാതെ മാറ്റി പറയേണ്ടി വരും. അതിനുള്ള പണി അത് ഞങ്ങൾക്കറിയാം കേട്ടാ. പോട്ടെ. പാടാ. ആ നമ്മൾ പ്ലാൻ ചെയ്ത പോലൊക്കെ തന്നെയാ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് കാണണം പെട്ടെന്ന്. നീ എന്താ ചെയ്യാൻ പോകുന്ന വീക്കെൻഡില്? ആ അപ്പൊ ശരി, വീക്കെൻഡ് കഴിഞ്ഞിട്ട് കാണാം. വേണമെങ്കിൽ നമുക്ക് വീക്കെൻഡിൽ ഒന്ന് കാണാം. അയ്യേ കൂടുതൽ അങ്ങോട്ട് കാണാൻ നിക്കല്ലേ. നിങ്ങ വന്നേ, നീ ഇങ്ങ് വന്നേ. രേഷ്മേ ആ ലാസർ എന്തി? എന്തോ പർച്ചേസ് വല്ലതും ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല. ഹലോ ഇങ്ങോട്ട് നോക്കിക്കേ. പോവാ വാ, ഇവിടെ എന്താ ശരിയാവില്ല. അതെ നമുക്കൊരു മൂവിയുടെ കാര്യം അല്ല അവന്റെ കാര്യം പറയാം. നമുക്ക് ഞായറാഴ്ച മൂവി പോയാൽ വേണ്ട. ഡാ അവര് പോയോ? പോയി. നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയി. എത്ര പെട്ടെന്നാടാ നീ അവരുടെ ഗ്യാങ്ങിൽ ചെന്ന് കയറിയത്. എന്നാലല്ലോ മേഡത്തിന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പറഞ്ഞില്ലേ, അത് കുറച്ച് കൂടി പോയിട്ട്. എടാ മണ്ട, അതുകൊണ്ടല്ലേ നിനക്ക് അവരുടെ കൂട്ടത്തിൽ ഇത്രയും പെട്ടെന്ന് ചെന്ന് കയറി പറ്റാൻ പറ്റിയത്. അതുമല്ല, ഇനി വേണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ചൂർത്തിയെടുക്കാം. പക്ഷെ ഉണ്ടല്ലോ, എനിക്ക് എന്തോ പോലെ ഈ കള്ളത്തരൊന്നും ചെയ്ത് ശീലമില്ലാത്തോണ്ടേ. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ശരിയാക്കി എടുത്തോളാം. അതൊക്കെ ശരിയാവുന്നു, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ. കുടുംബത്തിന്റെ സ്വത്തുക്കളൊന്നും അങ്ങനെ പുറത്തു പോവാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യം. കറക്റ്റ്. ഇനി നടക്കാൻ പോകുന്നതാണ് ശരിക്കും യുദ്ധം.